അപ്പുറത്ത് കൂടെ ഇടാൻ പറ്റുമോ? അങ്ങനെ തള്ളി കൊടുത്താൽ മതി. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ രാവിലെ തന്നെ റിയാസ്താക്കും ഉമ്മാക്കും നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ രാത്രി നല്ല മഴ പെയ്ത കാരണം കാറ്റടിച്ചിട്ടാണോ ഇനി എന്താണെന്നറിയില്ല, നല്ല ഉണങ്ങി നിൽക്കുന്ന ഫ്രണ്ടിലത്തെ മരം അങ്ങനെ നമ്മുടെ റോട്ടിൽ കാട്ടാ വീണത്. കനാലിലേക്ക് നമ്മുടെ മുമ്പാരത്ത് വണ്ടിയൊന്നും പോകാൻ പറ്റാത്ത പോലെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കലായിരുന്നു ഉമ്മാൻ്റെ റിയാസ്ഖാൻ്റെ പണി കേട്ടോ. അതുകൊണ്ട് നമുക്ക് കത്തിക്കാൻ വലിയൊരു വിറക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ എപ്പോഴത്തെ പോലെ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചായ വെക്കലും പിന്നെ കുറച്ച് ഉള്ളിവാട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മാന്തളും വറുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇന്ന് മീൻ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതും പരിപ്പിച്ചാറും മീൻ പൊരിച്ചതും ഉള്ളിവാട്ടിയും കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ റിയാസ്ക പിന്നെ മീനൊന്നും കൂട്ടില്ല കേട്ടോ. അപ്പോൾ റിയാസ്കക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ മുട്ടയുണ്ട്, മുട്ടയും നമ്മുടെ ബാക്കിൽ കുറച്ച് മുരിങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. ഉമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് തലകെട്ടി തരാനായി. എനിക്ക് പണിയല്ലായിരിക്കും. പിന്നെ പണി ഞാൻ കൊടുത്തിട്ട് വന്നിട്ട് നിൽക്കുക. 2 ഭാഗം ഡെയിലി കെട്ടിയിട്ടാൽ തന്നെ മുടി വളരും. മരം പോയപ്പോൾ എന്തോ പോലെ ഉണ്ടല്ലേ, അവിടുത്തെ എന്തോ ഒഴിഞ്ഞു പോയ പോലെ ഉണ്ട്. മഴക്കാറുണ്ട്, വെളിച്ചം വന്നു. അതെ, നല്ലൊരു പ്രകാശം അടിച്ച് വരുന്നുണ്ട്, വെളിച്ചം നല്ല വരുന്നുണ്ട്. വലിയൊരു കൊമ്പ് കിട്ടിയില്ലേ, കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും പൊക്കിക്കൊണ്ട്. ഇവിടെ വെറും വിറകിൻ്റെ ആൾക്കാരാണ്. എപ്പോഴാ വീണ് കൊണ്ട് കാത്തിരിക്കും. ഇനി ഒന്നും കൂടി ഉണ്ട്, അതാണ്ടാ തങ്ങി കിടക്കുന്നു, അതിനെയും പൊട്ടിക്കണം. നോക്ക്, സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകാ? പോയി വന്നിട്ട് ടെൻഷനെ കൊണ്ടുപോണേ. ഇന്നലെ നല്ല മഴ പെയ്തിക്കും. എൻ്റെ കുട്ടികളെ പരിചയപ്പെടുക. ഞാൻ വളർത്തുന്ന എൻ്റെ സുന്ദരികളാണ് ഇവരൊക്കെ. ലഡി സുന്ദരികളെ. തല താഴ്ത്തി നിൽക്കണം. എന്ത് പറ്റി ഇന്ന് 2 തല താഴ്ത്തിയിട്ട് നിൽക്കണം. ഇത് റെഡ് കളറാണല്ലേ. ഞാൻ കുത്തിയിട്ടതിൽ ഒന്നെങ്കിലും റെഡ് കളർ മുളച്ചല്ലോ. സന്തോഷം. ഇല്ല റെഡ് കളറാണ്. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ കുത്തിയിട്ട് ഒന്നും കിട്ടിയില്ല. അല്ല, റെഡ് കളർ അധികം കുത്തി കിട്ടിയിട്ടില്ല. 2 കുത്തിയിട്ട് 1 പോയി, 1 കിട്ടിയുള്ളൂ. റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോവാണ്. നീ ഫസ്റ്റ് ട്രിപ്പാ പോണ? അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോകണം. ചോറ് നോക്കിയ നല്ല വെളിച്ചം. ബുക്കൊക്കെ എന്താ പെട്ടിട്ട് വയ്ക്കുന്നത്? ആ പെട്ടി സാരിയൊക്കെ അങ്ങനെ വെച്ചിട്ട് പോയി ആ പെണ്ണെടുത്ത് കളിക്കൂട്ടാ.
പിന്നെ 8:30 ആകുമ്പോഴത്തേനും നമ്മുടെ ചോറും കൂട്ടാനും ഒക്കെ ആയി കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കഴിച്ചാലേ സമാധാനമാവുള്ളൂ. അപ്പോൾ ഞാൻ രാവിലത്തെ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 8:30 ആകുമ്പോഴത്തേനും എല്ലാതും റെഡിയായി, ആൾക്ക് പോകുമ്പോഴത്തേനൊക്കെ റെഡി ആവണമല്ലോ. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സമാധാനത്തിലിരുന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര വിശപ്പുണ്ടാവും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നല്ല വിശക്കും. അപ്പോൾ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായൻ്റെ കൂടെ 2 ബിസ്ക്കറ്റ് കഴിക്കും കേട്ടോ ഞാൻ. പിന്നെയും വേറെ എന്തെങ്കിലും രാവിലെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 10-11 മണിക്ക് പിന്നെ കഴിക്കുകയുള്ളൂ. ആദ്യം പിന്നെ ചായയും ഇതും നിർബന്ധമായിട്ട് കിട്ടണം. അപ്പോൾ 8:30 ആകുമ്പോഴത്തേനും ചോറും കൂട്ടാനൊക്കെ ആയപ്പോൾ ആൾക്കൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിയ ശേഷം വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് നേരം ചായ കുടിക്കുക കേട്ടോ. ആ കിളിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസം കേട്ടോ. എന്താ പാട്ട് പാടുന്ന പോലെ ഉണ്ടോ? ചീ 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 ഉണ്ട്. അപ്പോൾ ഞാൻ ആ കിളിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ പോയി നിന്നതാണ് കേട്ടോ, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ റിൻഷിമോൾക്ക് ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൾക്കും അവളുടെ കൂട്ടുകാരികൾക്കും ചേർത്തിട്ടാട്ടോ കൊടുക്കുന്നത്. അവൾ എന്തായാലും ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുപോലെ അവളും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾക്ക് 2 ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ, 2 കൂട്ടുകാരികളുണ്ട്. അപ്പോൾ അവർക്കുള്ള മീൻ പൊരിച്ചതും അവൾക്കും 3 ആൾക്കും പാടുള്ളതാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അവർ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാട്ടോ കഴിക്കുക. അപ്പോൾ നമുക്ക് അറിയുന്ന 2 ഫാമിലീൻ്റെ മക്കളാണ്. അപ്പോൾ അവർ നല്ല നമ്മളെ പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ ഞാൻ അവർക്കും ചേർത്തിട്ടാട്ടോ ചോറും ചില കറിയും മീൻ പൊരിച്ചതൊക്കെ ആക്കി കൊടുത്തത്. അങ്ങനെ അവളുടെ ടിഫിൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവളത് ബാഗിലൊക്കെ കൊണ്ട് വെക്കും. ഒക്കെ റെഡിയാക്കി പിന്നെ 2 കവറിലിട്ടിട്ടാട്ടോ അവൾ വെക്കണത്. പിന്നെ ആരോ പറഞ്ഞ ചൂടുള്ള കറി പ്ലാസ്റ്റിക്കിൽ ഒഴിക്കാൻ പാടില്ല. അതെനിക്ക് അതുകൊണ്ട് ഞാൻ വേഗം ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വെച്ച ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടോടഞ്ഞ് ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അവളൊക്കെ ബാഗിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് റിയാസ്ക്ക് ചോറ് കഴിക്കാൻ വരുന്ന വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താ ആലോചിക്കണം, ബാഗിൽ വെച്ച് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടാവും അല്ലേ? എന്താണ്, പോയി റെഡി ആയിട്ട് വാ. തെക്കും വടക്കും നടക്കുകയാണ്, പോടാ. മടിയാണ്, ഞാൻ എവിടെ പോയി കിടക്കണ്ടേ കൊണ്ട് പോവുകയാണ്. ജനലൊരു കവറുണ്ട് എടുക്കടാ. അങ്ങനെ നമ്മുടെ റിൻഷി പോവുകയാണ് കേട്ടോ. റിയാസ്ക്ക് വന്നിട്ടുണ്ട് സ്കൂൾ ട്രിപ്പ് എടുക്കാനും, കുട്ടികളും ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ അവർ പോകട്ടെ. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് നമ്മുടെ റജീസ് കുട്ടിനെയും പോകാൻ വേണ്ടി വരും. നമ്മൾക്കിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോകണം. അപ്പോൾ 8:30 ആകുമ്പോഴത്തേനും റിയാസ്ക്ക് വിളിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ അവൾ പോയി. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഉച്ചക്കലത്തെ വീഡിയോ എടുത്തിട്ട് കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിവാട്ടിയുണ്ട്, പിന്നെ പരിപ്പിച്ചാറുണ്ട്, പിന്നെ മുട്ടയും മുരിങ്ങയും ഇവിടെ വറുത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റിയാസ്ക്ക് തിന്നൽ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാ കഴിക്കുകയാണ് അല്ലേ. ഓട്ടോറിക്ഷയൊക്കെ ഓട്ടി വന്ന് ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അല്ല, എപ്പോഴും സോഫയിലായിരിക്കും. അന്നിപ്പോൾ ഒരു ചേഞ്ച് ഇവിടെ. അപ്പോൾ ഞാനും ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഞാനും ചോറ് കഴിക്കട്ടെ കേട്ടോ. ചോറൊക്കെ രാവിലെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് മാത്രം കേട്ടോ ഞാൻ ചോറ് കഴിക്കാം. നമ്മുടെ മുട്ടയും കീരിയും വറുത്തതാട്ടോ. നമ്മുടെ ബാക്കിൽ തൊടിയിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചിക്കി പൊരിച്ചാട്ടോ. നമ്മൾ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് ഒരു നേരത്തിനല്ലേ, ഉച്ചക്ക് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ മുട്ട ഉള്ളി മുരിങ്ങയിലിട്ടിട്ട് പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കൂടുതൽ ഞാൻ എടുക്കും. ചീര നല്ലതല്ലേ, ഞാനത് കുറച്ചധികം എടുത്തിട്ടുണ്ട്. 11 പുള്ളിവാട്ടി നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം ഞാൻ കഴിക്കാൻ പോവാട്ടോ. ഒരു കാണാൻ
അപ്പോൾ ഇന്ന് പരിപ്പ് കറി കേട്ടോ വെച്ച്, പരിപ്പ് ചാറ്, പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഒരു ചോറ്റിന് ഒരു കറി അല്ലേ, അതാണ് നമ്മുടെ സ്റ്റേ. നിങ്ങൾ ഫുഡ് കഴിക്കട്ടെ കൂട്ടുകാരെ. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ എടുത്തത്. പിന്നെ റിയാസ്ക മീൻ കഴിക്കാത്തതുകൊണ്ടാട്ടോ ഞാൻ റിയാസ്കക്ക് മുരിങ്ങയും മുട്ടയും വറുത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കുറച്ച് മുരിങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പൊട്ടിച്ച് 2 മുട്ടയും ഉണ്ടായിരുന്നു, അപ്പോൾ വറുത്ത് കൊടുത്താട്ടോ. അപ്പോൾ റിയാസ്ക ഉണക്കമീൻ കൂട്ടില്ല കേട്ടോ. റിയാസ്കക്ക് എന്താവും, അത് ഭയങ്കര എനിമിയാണ് റിയാസ്കാൻ്റെ. ചാറും ഉണക്കമീൻ കറിയും കൂട്ടില്ല കേട്ടോ. പിന്നെ അതാ നമുക്ക് നമ്മുടെ അമ്മമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൂവ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും, അങ്ങനെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവ്. കുഞ്ഞുനാൾ മുതലേ മുല്ലപ്പൂവിനോട് ഭയങ്കര ആർത്തിയാണ് കേട്ടോ. അതില്ലാണ്ട് എനിക്ക് പറ്റിയില്ല, അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതോടെ അതിൻ്റെയൊക്കെ ഇത് വിട്ടു പോയിട്ടോ. ആദ്യം കുഞ്ഞുനാൾ മുതൽ നല്ല ഇഷ്ടമാണ് പൂവ്, എവിടെ കണ്ടാലും പോയി പറിച്ചിട്ട് വരും. മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ മരിക്കും ഞാൻ, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ കെട്ടുമ്പോൾ റിച്ച്കുട്ടി കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ പെറുക്കി കയ്യിൽ വെച്ച് ഇങ്ങനെ കൂട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവൾ പൂവെടുത്ത് നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് അപ്പോൾ അവളിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ട് പിന്നെ അങ്ങനെ എൻ്റെ കയ്യിൽ തരും അങ്ങനെ. അപ്പോൾ അത് ഞാൻ കെട്ടി കുറച്ച് ആൾക്ക് അംഗനവാടി പോകുകയാണെങ്കിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ അംഗനവാടിക്ക് പോയില്ല കേട്ടോ. അവൾ ഇനി ഏതായാലും തിങ്കളാഴ്ച മുതൽ വിടാമെന്ന് വിചാരിക്കണത്. അപ്പോൾ പിന്നെ ഫാത്തിമക്കുട്ടിക്ക് 11-ാം തീയതിക്കല്ലേ, അപ്പോൾ TC വാങ്ങിയിട്ട് അവളെയും വിടാൻ പറ്റും. അപ്പോൾ അവളെ കൊണ്ടുപോകുമ്പോൾ പിള്ളേയും കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 2 മുളം പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമുള്ള നല്ല ഉണ്ട മുല്ലയാണ് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് നമ്മുടെ മുല്ലപ്പൂവ്. അപ്പോൾ ഞാനും കുഞ്ഞുനാൾ മുതൽ പൂവൊക്കെ കെട്ടുട്ടോ. അപ്പോൾ എൻ്റെ മൂത്തമ്മാൻ്റെ മോന് പൂക്കച്ചവടമായിരുന്നു, പാവം ഗൾഫിൽ പോയി മരിച്ചു. ഗൾഫിൽ പോയിട്ടാട്ടോ മരിച്ചത്. മരിപ്പൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൂ കെട്ടിയപ്പോൾ എനിക്ക് ആ ഓർമ്മ ഇങ്ങനെ വന്നു കേട്ടോ. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾക്ക് മൂത്തമ്മാൻ്റെ മോനിക്ക് പൂക്കച്ചവടം ഉള്ള കാരണം ഡെയിലി നിറയെ പൂവുണ്ടാവും കേട്ടോ കെട്ടാൻ. നമ്മുടെ 2ാമത്തെ എലിയും പെട്ട് കിടക്കുന്നില്ല കേട്ടോ, ചത്തിട്ടില്ല. നേരം ഇരുട്ടായിട്ട് റിൻഷിമോൾ മദ്രസക്ക് പോയിക്കുകയാണ്. അപ്പോൾ നമുക്ക് എലി ഒന്നും കൂടി കിട്ടിയിട്ടോ. ചെറുതായിട്ട് മഴപ്പാറ്റിലുണ്ട് നന്നായിട്ട്. ആരുമില്ല കേട്ടോ. ഒരു 7 മണിയാകുമ്പോഴത്തേനും നമ്മുടെ ഇവിടെയൊക്കെ ശൂന്യമായി കിടക്കും, ആരുമില്ല. ചെറുതായിട്ടൊരു മഴപ്പാറ്റിലുണ്ട്. റിൻഷിമോൾ ഇനി 8:30ക്ക് മദ്രസ വിട്ട് വരുള്ളൂ കേട്ടോ. റിയാസ്ക കൊണ്ടാക്കാൻ പോയി. പിന്നെ ഞാൻ എന്നാൽ കൂട്ടുകാരെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.